നമസ്കാരം. +1 എല്ലാ ചാപ്റ്ററുകളും വീട്ടിലിരുന്ന് പഠിച്ച് A+ വാങ്ങാൻ ഞങ്ങളെ സഹായിക്കുന്ന മല്ലു ഫിസിക്സ് ട്യൂട്ടറിൻ്റെ യൂട്യൂബ് വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ചാപ്റ്ററിൻ്റെ 3ാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡയമെൻഷൻസ് എന്താണെന്ന് പഠിച്ചു. അതുപോലെ കുറേയധികം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതും പഠിച്ചു. ഓക്കെ, അതുപോലെ ഡയമെൻഷൻ ഇല്ലാത്തതും യൂണിറ്റ് ഇല്ലാത്തതുമായിട്ടുള്ള ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ പഠിച്ചു. ഡയമെൻഷൻ ഇല്ലാത്തതും പക്ഷേ യൂണിറ്റ് ഉള്ളതുമായിട്ടുള്ള ക്വാണ്ടിറ്റീസിനും എക്സാമ്പിൾ പഠിച്ചു. അടുത്തതായിട്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഇക്വേഷൻ തന്നിരിക്കും. ആ ഇക്വേഷൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി, ഓക്കെ, അതായത് ഏതെങ്കിലും ഒരു വേരിയബിൾ, ആ വേരിയബിളിന് ഒരു പേരുണ്ടായിരിക്കും. ആ വേരിയബിളിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്. ഏതാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് എന്താണെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് എന്നാണ്. യൂസിങ് ദ ഫോർമുല F is equal to G m1 m2 by r². ഈ ഇക്വേഷൻ നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് F എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, അതേപോലെ G ആണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, m1 m2 മാസുകളാണ്, r എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. ഇത്രയും നമുക്കറിയാം. ഇതിൻ്റെ അകത്ത് ഈ G ഉണ്ടല്ലോ, ഈ ജിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് ഈ ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ, ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റിൻ്റെയോ ഒരു വേരിയബിളിൻ്റെയോ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയോ ഡയമെൻഷൻ കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടെ എടുത്ത് എഴുതാം. തന്നിട്ടുള്ള എന്താണ്? F ഈസ് ഈക്വൽ ടു G ഇൻറ്റു m1 m2 ബൈ r². ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ജിയുടെ ഡയമെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്, നമുക്ക് ഏത് ക്വാണ്ടിറ്റിയുടെയാണോ ഡയമെൻഷൻ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ഇക്വേഷൻ ഈ ഗിവൺ ഇക്വേഷനിൽ നിന്ന് ഫോം ചെയ്തെടുക്കണം. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് ജിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ജിയുടെ ഇക്വേഷൻ എഴുതണം. അപ്പോൾ ജിയുടെ ഇക്വേഷൻ എഴുതാനായിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ബാക്കിയുള്ളത്, ഈ ജി ഏത് സൈഡിലാണോ കിടക്കുന്നത് അവിടെ ജി ഒഴിച്ച് ബാക്കിയുള്ളതിനെല്ലാം അപ്പുറത്ത് വശത്ത് കൊണ്ടുപോവുക. അപ്പോൾ ജി ഇവിടെ റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ജി ഒഴിച്ച് ബാക്കിയുള്ള ഈ r² അപ്പുറത്ത് കൊണ്ടുപോകണം. അതേപോലെ m1 m2 ഇതിനെല്ലാം അപ്പുറത്ത് കൊണ്ടുപോകണം. m1നെയും കൊണ്ടുപോകണം, m2നെയും കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. ജി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ജി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇക്വേഷൻ എഴുതിയാൽ, ജി ഈക്വൽ ടു എഴുതുകയാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ എന്താണുള്ളത്? LHSലുള്ളത് ഇവിടെ നമ്മുടെ RHSലുള്ളത് നമ്മൾ LHSലും LHSലുള്ളത് RHSലും എഴുതുകയാണ്. അങ്ങനെ മാറ്റി എഴുതുന്നതിന് ഒരു പ്രശ്നമില്ല. ഓക്കെ, ജി ഈക്വൽ ടു എന്ന് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ എന്ത് കിട്ടും? എഫ് ഓൾറെഡി അപ്പുറത്തുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ജിയുടെ കൂടെ എന്തായിരുന്നുള്ളത്? ബൈ r² ഉണ്ട്. ഈ ബൈ r² അതർ സൈഡിൽ പോകുമ്പോൾ, മറ്റേ സൈഡിൽ പോകുമ്പോൾ എന്താവും? ഇൻറ്റു r² ആവും. അപ്പോൾ എഫ് ഇൻറ്റു r² എന്നാവും. ജി ഇൻറ്റു m1 ഇൻറ്റു m2 എന്നുണ്ട്. അത് അപ്പുറത്ത് വശത്ത് പോകുമ്പോഴത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡ് ചെയ്യാനാവും. അപ്പോൾ ബൈ m1 m2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ജിയുടെ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തെടുത്തു. ജിയുടെ ഇക്വേഷൻ ഫോം ചെയ്തെടുത്താൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് രണ്ട് സൈഡിലും ഡയമെൻഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഇവിടെ എഴുതാം. ടേക്കിംഗ് ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും ഡയമെൻഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഞാനിപ്പോൾ എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ജി ആണുള്ളത്. അപ്പോൾ ജി എന്ന് എഴുതിയതിന് ശേഷം അതിന് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്താൽ നമ്മളത് എങ്ങനെ വായിക്കും? ഡയമെൻഷൻസ് ഓഫ് ജി. ജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ളതിന് എല്ലാത്തിനും നമ്മൾ ഡയമെൻഷൻ അപ്ലൈ ചെയ്യുക. ആദ്യം എന്താണുള്ളത്? എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസിൻ്റെ എല്ലാ ഡയമെൻഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ പഠിച്ച ഒരു 10-17 ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിൻ്റെ ഡയമെൻഷൻ ഫോം ചെയ്യാനും കണ്ടുപിടിക്കാനും അറിഞ്ഞിരിക്കണം. ആ ഡയമെൻഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കുകയും വേണം. അത് നിങ്ങൾ കുറച്ച് തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എഫിൻ്റെ ഡയമെൻഷൻ m ഇൻറ്റു LT⁻² എന്നുള്ളതാണ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ. ഇൻറ്റു r എന്താണ്? ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ r² വരുമ്പം ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ. ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ ലെങ്തിൻ്റെ ഡയമെൻഷനാണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ L². ഓക്കെ, ഡിവൈഡഡ് ബൈ m1 m2. m1 എന്ന് പറഞ്ഞാൽ എന്താണ്? മാസാണ്. m2 എന്ന് പറഞ്ഞാൽ എന്താണ്? മാസാണ്.
അപ്പോൾ മാസ് മാസ്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ എന്താണ്? മാസിൻ്റെ ഡയമെൻഷൻ എം ആണ്. എം ഇൻറ്റു എം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇവിടെ എം, ഇവിടെ എം, ഓരോ എം ക്യാൻസലായ പോലെ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ന്യൂമറേറ്റർ ഒരുമിച്ചാക്കാം, എന്നിട്ട് ഡിനോമിനേറ്റർ ഒരുമിച്ചാക്കാം, എന്നിട്ട് മുകളിൽ കൊണ്ടുപോകാം. അത് മതി. അപ്പോൾ മുകളിൽ എഴുതുമ്പോഴത്തേക്ക് എം എൽ, ഇവിടെ ഒരു എൽ ഉണ്ടല്ലേ, ഇവിടെ എൽ റേസ് ടു ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എൽ റേസ് ടു 1 എന്നാണ്, എൽ റേസ് ടു 2 ഉണ്ട്. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം പവറുകൾ തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ എൽ റേസ് ടു 1ഉം എൽ റേസ് ടു 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 + 2 3 എന്ന് വരും. അപ്പോൾ എൽ ക്യൂബ് ഇൻറ്റു പിന്നെന്തുണ്ട്? ടി റേസ് ടു -2 ഉണ്ട്. ഓക്കെ, താഴെ എന്തുണ്ട്? എം ഇൻറ്റു എം. എം ഇൻറ്റു എം എന്ന് പറഞ്ഞാൽ എം സ്ക്വയർ ആണ്. അതിന് നമ്മൾ ന്യൂമറേറ്ററിൽ കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് താഴെ തന്നെ എഴുതാം, എം ഇൻറ്റു എം, എം സ്ക്വയർ എന്ന് എഴുതാം. ഇവിടെ വെച്ച് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഓരോ എമ്മുകൾ തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഈ എം സ്ക്വയറിനെ മുകളിൽ കൊണ്ടുവന്നിട്ട് പവർ എമ്മിൽ ആഡ് ചെയ്താലും മതി. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇപ്പം ഞാനിവിടെ ചെയ്യുന്നത് എം സ്ക്വയറിനെ മുകളിൽ കൊണ്ടുപോവാണ്. അപ്പോൾ എന്ത് കിട്ടും? എം എൽ ക്യൂബ് ഇൻറ്റു ടി റേസ് ടു -2 അതേപോലെ എഴുതിയിട്ട് ഇൻറ്റു ഈ ഡിനോമിനേറ്ററിലുള്ള എം സ്ക്വയർ മുകളിൽ വരുമ്പോൾ എന്താവും? എം റേസ് ടു -2 എന്നാവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് എം റേസ് ടു 1 ഉണ്ട്, എം റേസ് ടു -2 ഉണ്ട്. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? ആദ്യം നമുക്ക് എം എൽ എഴുതാനുള്ളത്. അപ്പോൾ എം റേസ് ടു 1ഉം -2 കൂടെ ആഡ് ചെയ്യുക. 1ഉം -2 കൂടെ ആഡ് ചെയ്താൽ -1 എന്ന് കിട്ടും. അപ്പോൾ എം റേസ് ടു -1, എൽ റേസ് ടു 3, ടി റേസ് ടു -2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയമെൻഷൻസ് ഓഫ് ജി. ഓക്കെ, ഇത്ര എഴുതുമ്പോൾ നിങ്ങൾക്ക് 3 മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് യൂസിങ് ദ ഇക്വേഷൻ എന്ന് പറഞ്ഞ് തന്നിരുന്നാൽ, ചിലപ്പോൾ യൂസിങ് ദ ഇക്വേഷൻ എന്ന് പറഞ്ഞ് ഈ ഒരു ഇക്വേഷൻ തന്നിരിക്കത്തില്ല, നിങ്ങൾ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. മിക്കവാറും കേസിൽ തരാറുണ്ട്. തരികയാണെങ്കിൽ നമ്മളതിന് ജിയുടെ ഇക്വേഷൻ ഫോം ചെയ്യുക, രണ്ട് സൈഡിൽ ഡയമെൻഷൻ എടുക്കുക, അതിൻ്റെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എല്ലാം ഈക്വലൈസ് ചെയ്യുക, അപ്പോഴത്തേക്ക് നമുക്ക് കിട്ടും, ആൻസർ കിട്ടും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തതും ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ല. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിന് നമ്മൾ കൊടുക്കുന്ന ലെറ്റർ എച്ച് എന്നുള്ളതാണ്. എച്ച്, സ്മോൾ ലെറ്റർ എച്ച് ആണ് കൊടുക്കുന്നത്. യൂസിങ് ദ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാണെന്ന് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? ലാംഡ ഈസ് ഈക്വൽ ടു h/mv എന്നാണ്. ഇവിടെ ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത്. ഓക്കെ, എച്ച് ആണ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ഈ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് എന്താണെന്ന് നിങ്ങൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ വരുന്ന ചാപ്റ്ററുകളിൽ പഠിക്കും. അപ്പോൾ തൽക്കാലം നിങ്ങളിത് എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ആണ് എന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അതെന്താണ്, അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതൊക്കെ പിന്നീട് വരുന്ന ചാപ്റ്ററുകളിൽ നമുക്ക് പഠിക്കാം. എം എന്താണ്? എം എന്ന് പറഞ്ഞാൽ മാസാണ്, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഏത് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷനാണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ഇക്വേഷൻ എഴുതുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തിൻ്റെയാണ്? എച്ചിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷൻ എടുത്ത് എഴുതാം. തന്നിരിക്കുന്ന ഇക്വേഷൻ ലാംഡ ഈസ് ഈക്വൽ ടു h/mv എന്നാണ് അല്ലേ? വി ഹാവ്, നമ്മുടെ കയ്യിലുള്ളത് ഈ ഇക്വേഷനാണ്. ഇനി നമുക്ക് എച്ചിൻ്റെ ഇക്വേഷൻ എഴുതണം. എച്ചിൻ്റെ ഡയമെൻഷൻ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എച്ചിൻ്റെ ഇക്വേഷൻ എഴുതണം. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എഴുതാനായിട്ട് എന്ത് ചെയ്താൽ മതി? എച്ചിൻ്റെ ഇക്വേഷൻ കിട്ടാൻ ബാക്കിയുള്ളതിനെല്ലാം അപ്പുറത്ത് വശത്ത് കൊണ്ടുപോയാൽ മതി. അപ്പുറത്ത് വശത്ത് കൊണ്ടുപോകേണ്ടത് ഏതൊക്കെയാണ്? അപ്പോൾ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു വി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഡിവൈഡഡ് ബൈ ആയതുകൊണ്ട് അപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലൈ ആവും. അപ്പോൾ ഓൾറെഡി അപ്പുറത്ത് വശത്ത് എന്തുണ്ട്? ലാംഡ ഉണ്ട്. എമ്മും വിയും അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു എം ഇൻറ്റു വി എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ട് സൈഡിലും ഡയമെൻഷൻസ് എടുക്കുക. ഓക്കെ, ടേക്കിംഗ് ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും ഡയമെൻഷൻസ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലെഫ്റ്റ് സൈഡിൽ എൽ എച്ച് എസിലുള്ളത് എന്താണ്? എച്ച് ആണ്. അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസിൽ ഡയമെൻഷൻസ് എടുക്കുക. ആർ എച്ച് എസിൽ ഫസ്റ്റ് ഉള്ളത് എന്താണ്? വേവ് ലെങ്ത് ആണ്. ലാംഡ വേവ് ലെങ്ത്. വേവ് ലെങ്ത് എന്നുള്ളതിൽ തന്നെ ഉണ്ട്. അതെന്താണ്? ലെങ്ത് ആണ്. അപ്പോൾ ലെങ്തിൻ്റെ ഡയമെൻഷൻ തന്നെയാണ് ലാംഡയുടെ ഡയമെൻഷൻ. അപ്പോൾ ലാംഡയുടെ ഡയമെൻഷനായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? എൽ എന്ന് കൊടുക്കാം. ഇൻറ്റു എം എന്താണ്? എം മാസാണ്. അതിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം. വി എന്താണ്? വെലോസിറ്റി. അതിൻ്റെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -1. ഓക്കെ,
അപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമ്മുടെ ആൻസറായി. ആദ്യം നമ്മൾ എമ്മിൻ്റെ ടേമാണ് എഴുതുന്നത്, രണ്ടാമത് എല്ലും മൂന്നാമത് ടി ആണ് എഴുതുന്നത്. ആദ്യം എമ്മിൻ്റെ ടേം തന്നെ എഴുതാം, എം ആകെ ഒരെണ്ണമല്ലേ ഉള്ളൂ, അപ്പോൾ അതേപോലെ എടുത്ത് എഴുതുക. പിന്നെ എന്തുകൊണ്ട് എല്ല് ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ ഒരു എല്ലുണ്ട് അല്ലേ, അപ്പോൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ L² ഇൻറ്റു T⁻⁻1, അത് അതേപോലെ എടുത്ത് എഴുതുക, T⁻⁻1. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡയമെൻഷൻസ് ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഇസ് ഈക്വൽ ടു mL² T⁻⁻1 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ വേറൊരു രീതിയിലും ചോദിച്ച് കാണാറുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് ഇത്രേ പറഞ്ഞിരിക്കൂ, ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, ഇത്രേ പറയൂ. യൂസിങ് ദ ഇക്വേഷൻ എന്നൊന്നും പറയത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എടുത്ത് ചെയ്യാം, അപ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, വേറൊരു ഇക്വേഷൻ ഉണ്ട്, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് വരുന്ന വേറൊരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ എഴുതാം. ആൾട്ടർനേറ്റീവ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഇക്വേഷനാണ്. വി ഹാവ് E ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നൊരു ഇക്വേഷൻ ഉണ്ട്. E ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ഇവിടെ എന്താണ് E എന്ന് പറഞ്ഞാൽ എനർജിയാണ്. E എന്ന് പറഞ്ഞാൽ എനർജിയാണ്. ന്യൂ എന്ന് പറഞ്ഞാൽ ഇത് ന്യൂ എന്നുള്ള ലെറ്ററാണ്, ഇത് ഗ്രീക്ക് ലെറ്റർ ന്യൂ ആണ്. ന്യൂ സ്റ്റാൻഡ്സ് ഫോർ ഫ്രീക്വൻസി. ഫ്രീക്വൻസിക്ക് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ എഫ് അതാണ് കൊടുത്തത്, ന്യൂ എന്ന് കൊടുക്കാം. എഫ് ഒന്നും ന്യൂ ഒന്നും ഒക്കെ ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ എഴുതുകയാണെങ്കിൽ E ഈസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു എഫ് എന്ന് എഴുതിയാലും മതി. ഓക്കെ, ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, എച്ച് കിടക്കുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? എച്ച് ഈസ് ഈക്വൽ ടു ഇ ബൈ ന്യൂ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ രണ്ട് സൈഡ് ഡയമെൻഷൻ എടുക്കുകയാണെങ്കിൽ ഡയമെൻഷൻസ് ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ എന്തുണ്ട്? എനർജി ഉണ്ട്. എനർജിയുടെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? mL² T⁻⁻2 ആണ്. ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ പഠിച്ചിട്ടുള്ളത് T⁻⁻1 എന്നാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിലുള്ള T⁻⁻1 നമ്മൾ മുകളിൽ കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ പവർ ഉള്ളതിനെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പവർ നെഗറ്റീവ് ആകും എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഓൾറെഡി നെഗറ്റീവാണുള്ളത്, അത് മുകളിൽ പോകുമ്പോൾ എന്ത് പറ്റും? നെഗറ്റീവ് പവർ ഉള്ളത് മുകളിൽ പോകുമ്പോൾ പോസിറ്റീവ് പവർ ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ മുകളിലുള്ളത് ആദ്യമേ എഴുതുന്നു. ന്യൂമറേറ്ററിൽ എന്തുണ്ട്? mL² T⁻⁻2 ഉണ്ട്, ഇൻറ്റു ഈ T⁻⁻1 മുകളിൽ വരുമ്പോൾ T⁻1 എന്നാവും. അപ്പോൾ നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസറായി. m അതേപോലെ എഴുതുക, L² അതേപോലെ എഴുതുക. ഓക്കെ, ഇനി ഇവിടെ ടിയുടെ പവർ ഏതൊക്കെയാണ്? T⁻⁻2 ഇൻറ്റു T⁻1. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പവർ ആഡ് ചെയ്യുക. പവർ ഏതൊക്കെയാണ്? -2ഉം 1ഉം. -2ഉം 1ഉം കൂടെ ആഡ് ചെയ്താൽ -1 എന്ന് കിട്ടും. അപ്പോൾ T⁻⁻1. അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് എച്ച് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചും കണ്ടുപിടിക്കാം. ഇങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ നമ്മൾ നേരത്തെ ചെയ്ത അതേ ആൻസർ അല്ലേ? നോക്കിക്കേ, mL² T⁻⁻1 ആണ് ഇവിടെ കിട്ടിയത്, ഇവിടെ കിട്ടിയതും അതേ ആൻസർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ വെച്ച് ചെയ്താലും സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതേപോലുള്ളൊരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് കോഎഫിഷ്യൻറ്റ് ഓഫ് വിസ്കോസിറ്റി. കോഎഫിഷ്യൻറ്റ് ഓഫ് വെലോസിറ്റി അല്ല, വിസ്കോസിറ്റി. യൂസിങ് ദ ഫോർമുല F ഈസ് ഈക്വൽ ടു ഈറ്റ. ഈ ലെറ്ററാണ് ഈറ്റ. ഈറ്റ എന്നാണ് ഇതിനെ വായിക്കേണ്ടത്. ഇത് ഏതിനുപയോഗിക്കുന്നതാണെന്ന് അറിയാമോ? ഇതാണ് കോഎഫിഷ്യൻറ്റ് ഓഫ് വിസ്കോസിറ്റി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഫ്ലൂയിഡ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഒഴുകുന്നതിന് ഒരു ഡ്രോപ്പ് വെള്ളം എടുത്ത് നമ്മളൊരു സർഫസ് വെച്ചിട്ട് ആ സർഫസ് ചരിച്ചാൽ അത് താഴോട്ട് ഒഴുകി വരും. അതേപോലെ ഒരു ഡ്രോപ്പ് തേനെടുത്ത് നമ്മളൊരു സർഫസ് വെച്ചിട്ട് അതിനെ ചരിച്ചാൽ അത് ഒഴുകി വരും. പക്ഷേ അത് രണ്ടും ഒഴുകി വരുന്നത് ഡിഫറൻറ്റ് റേറ്റിലായിരിക്കും, സ്പീഡിലായിരിക്കും ഒഴുകി വരുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് അതിൻ്റെ വിസ്കോസിറ്റിയിലെ വ്യത്യാസമാണ്. അപ്പോൾ ഇത് ഫ്ലൂയിഡ്സിനെല്ലാം ഉണ്ട്. എയർ എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡാണ്, ലിക്വിഡ്സ് എന്ന് പറയുന്നത് ഫ്ലൂയിഡാണ്. എനിവേ എല്ലാ ഫ്ലൂയിഡ്സിനുള്ളൊരു പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി. അതിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയെ ചുരുക്കിയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിൽ എന്തൊക്കെയുണ്ട്? നമുക്ക് ആ ഇക്വേഷൻ എടുത്ത് എഴുതാം. ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു ഈറ്റ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്, ഇൻറ്റു dV/dx. ഇതാണ് നമ്മുടെ ഫോർമുല.
ഇതിനകത്ത് വി എന്താണ്? വെലോസിറ്റിയാണ്. ഡി വി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ചേർത്ത് എഴുതുന്നത് ചെറിയ ക്വാണ്ടിറ്റീസിനെ കാണിക്കാനാണെന്ന് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡി വി എന്ന് പറഞ്ഞാൽ ചെറിയ വെലോസിറ്റി, സ്മോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി, ചേഞ്ചിനെ കാണിക്കാൻ അല്ലെങ്കിൽ സ്മോൾ ചേഞ്ചിനെ കാണിക്കാനാണ് ഡി ചേർക്കുന്നത്. അപ്പോൾ ഡി വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി, ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, ഡി എക്സ് എന്ന് പറഞ്ഞാലും ഡിസ്റ്റൻസ് തന്നെ, സ്മോൾ ഡിസ്റ്റൻസ് എന്നേ മീനിങ് ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ അറിയാം. ഈ ഈറ്റ ഒഴിച്ച് ബാക്കിയെല്ലാം അറിയാം. ഫോഴ്സിൻ്റെ അറിയാം, ഏരിയൻ്റെ അറിയാം, വെലോസിറ്റിയുടെ അറിയാം, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെതും അറിയാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഈറ്റയുടെ ഇക്വേഷൻ എഴുതുക, എന്നിട്ട് രണ്ട് സൈഡും ഡയമെൻഷൻസ് അപ്ലൈ ചെയ്യുക. ഓക്കെ, ആദ്യം നമ്മൾ ഈറ്റയുടെ ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. ഈറ്റയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് കിട്ടും? നമുക്കിത് അപ്പുറം ഇപ്പുറം കൊണ്ടുവന്ന് ഇത് ഒത്തിരി വലിയൊരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് തിരിച്ചെഴുതാം. ആദ്യം നമ്മൾ ആർ എച്ച് എസ് എൽ എച്ച് എസ് ആയും എൽ എച്ച് എസ് ആർ എച്ച് എസ് ആയിട്ട് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ആർ എച്ച് എസ് എന്താണുള്ളത്? ഈറ്റ ഇൻറ്റു എ ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ഈ ബ്രാക്കറ്റൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു, ഇത്രയും മതി, ഇങ്ങനെ ഇട്ടിരുന്നാൽ ഈസ് ഈക്വൽ ടു എഫ് എന്നാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഈറ്റ ഒഴിച്ച് ബാക്കിയെല്ലാം അപ്പുറത്ത് വശത്ത് കൊണ്ടുപോവുക. അപ്പോൾ ഈറ്റ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. ഈറ്റ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എഫ് ഓൾറെഡി അവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുക. നിങ്ങൾ ഈ ഇക്വേഷൻ്റെ അപ്പുറം ഇപ്പുറം കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യം ആദ്യമേ ആലോചിക്കുക. ഈ ഡിവൈഡഡ് ബൈ ഉള്ള ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ, അതായത് ഡിനോമിനേറ്റർ കിടക്കുന്നതിന് ആദ്യം കൊണ്ടുപോവുക. അപ്പോൾ ഡിവൈഡഡ് ബൈ എന്താണുള്ളത്? ഡി എക്സ് ആണുള്ളത്. അപ്പോൾ ഡി എക്സിന് ആദ്യം കൊണ്ടുപോകാം, ഡി എക്സ്. ഇനി ഇൻറ്റു ഉള്ളതിനെ രണ്ടാമത് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഏതൊക്കെയാണ് ഇൻറ്റു ഉള്ളത്? ഇൻറ്റു എ ഇൻറ്റു ഡി വി. അത് റൈറ്റ് സൈഡിൽ പോകുമ്പോഴത്തേക്ക് എന്താവും? ഡിവൈഡഡ് ബൈ ആവും. അപ്പോൾ എ ഇൻറ്റു ഡി വി എന്ന് വരും, എ ഇൻറ്റു ഡി വി എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? രണ്ട് സൈഡിലും ഡയമെൻഷൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എൽ എച്ച് എസിൽ എന്താണുള്ളത്? കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ആണുള്ളത്, അതിൻ്റെ ഡയമെൻഷൻസ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു ആർ എച്ച് എസിലുള്ള എന്താണ്? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? എം എൽ ടി റേസ് ടു -2. ഈ ഫോഴ്സ് നമ്മൾ 2-3 തവണയായിട്ട് ചെയ്യുന്നല്ലേ. അപ്പോൾ ഇങ്ങനെ കുറേ തവണ ചെയ്യുമ്പോൾ നമുക്കിത് ഓർമ്മയ്ക്കും, ഇല്ലെങ്കിൽ നിങ്ങളിരുന്ന് പഠിച്ചാലും മതി. ഇൻറ്റു ഡി എക്സ്. ഡി എക്സ് എന്താണ്? ഡിസ്റ്റൻസ് ആണ്. അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് തന്നെയാണ്. അതിൻ്റെ ഡയമെൻഷൻ എന്താണ്? എൽ ആണ്. ഡിവൈഡഡ് ബൈ എ. എ എന്താണ്? ഏരിയ ആണ്. ഏരിയയുടെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എൽ സ്ക്വയർ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇൻറ്റു ഡി വി. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്, ഡി വിയും വെലോസിറ്റി തന്നെയാണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമുക്കറിയാം, എൽ ടി റേസ് ടു -1 ആണെന്നറിയാം. ഓക്കെ, ഇനി നമ്മളിതിന് ആദ്യമേ ഇവിടെ മുകളിൽ ഒന്ന് ശരിയാക്കി എടുക്കുക, താഴെ ഒന്ന് ശരിയാക്കി എടുക്കുക, എന്നിട്ട് താഴെയുള്ളതിനൊക്കെ മുകളിൽ കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ചെയ്യാം. ആദ്യം മുകളിലുള്ള ചെയ്യുമ്പോൾ ആദ്യം മുകളിൽ എന്തുണ്ട്? ഈ എം ഉണ്ട്, എൽ 2 എണ്ണം ഉണ്ട് അല്ലേ. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൽ സ്ക്വയർ ആവും. ടി റേസ് ടു -2 ഉണ്ട്, ടി റേസ് ടു -2 ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട്? എൽ സ്ക്വയർ ഉണ്ട്, ഇവിടെ എൽ ഉണ്ട്. എൽ എന്ന് പറഞ്ഞാൽ എൽ റേസ് ടു 1 ആണ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൽ റേസ് ടു 2 + 1 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? എൽ ക്യൂബ് എന്ന് കിട്ടും. ഇൻറ്റു ഇവിടെ എന്തുകൊണ്ട്? ടി റേസ് ടു -1 ഉണ്ട്. ആ ടി റേസ് ടു -1 അതേപോലെ കൊടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഡിനോമിനേറ്ററിലുള്ള ക്വാണ്ടിറ്റീസിനെ മുകളിൽ കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ ആദ്യമേ ന്യൂമറേറ്റർ എഴുതുക. ന്യൂമറേറ്ററിൽ എം എൽ സ്ക്വയർ ടി റേസ് ടു -2 ഉണ്ട്. ഇൻറ്റു ഡിനോമിനേറ്ററുള്ള ഓരോന്നിനായിട്ട് വേണം കൊണ്ടുപോകാൻ. ആദ്യം കൊണ്ടുപോകുമ്പം എൽ ക്യൂബ് മുകളിൽ പോകുമ്പോൾ എന്താവും? എൽ റേസ് ടു -3 ആവും. ഇൻറ്റു ടി റേസ് ടു -1 മുകളിൽ പോകുമ്പോൾ മൈനസ് ആണെങ്കിൽ പവർ മുകളിൽ പോകുമ്പോൾ പോസിറ്റീവ് ആവും. ടി റേസ് ടു +1 ആവും. ടി റേസ് ടു +1ന് ടി എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ ടി റേസ് ടു 1 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? കോമൺ ബേസ് ആയിട്ടുള്ളതിനെല്ലാം പവർ തമ്മിൽ ആഡ് ചെയ്ത് എഴുതുക. എം ആകെ ഒരെണ്ണേ ഉള്ളൂ, അപ്പോൾ എം അതേപോലെ എഴുതുക. എം ഇൻറ്റു ഇവിടെ എൽ എന്തുണ്ട്? എൽ 1 2 എണ്ണം ഉണ്ട്, അപ്പോൾ അതിൻ്റെ പവറുകൾ തമ്മിൽ ആഡ് ചെയ്ത് എഴുതുക. അപ്പോൾ എൽ റേസ് ടു 2ഉം -3 കൂടെ ആഡ് ചെയ്യുമ്പോൾ -1 എന്ന് കിട്ടും. ഇൻറ്റു ടി റേസ് ടു -2 ഉണ്ട്, ടി റേസ് ടു 1 ഉണ്ട്, അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ പവർ ആഡ് ചെയ്ത് എഴുതുക. ടി റേസ് ടു -2ഉം 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ -1 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ഡയമെൻഷൻസ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഡയമെൻഷൻസ് ഓഫ് വിസ്കോസിറ്റി ചോദിച്ചാൽ നമ്മൾ ആദ്യമേ ഇക്വേഷൻ എടുത്ത് എഴുതുക. അതിൻ്റെ അകത്ത് നിന്ന് വിസ്കോസിറ്റിയുടെ ഇക്വേഷൻ ഫോം ചെയ്തെടുക്കുക. രണ്ട് സൈഡിലും ഡയമെൻഷൻ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഡിനോമിനേറ്ററിനുള്ളതെല്ലാം മുകളിൽ കൊണ്ടുവരിക, പവർ തമ്മിൽ ആഡ് ചെയ്ത് എഴുതുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ആൻസർ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത് ഡയമെൻഷണൽ അനാലിസിസ് ആണ്. ഡയമെൻഷണൽ അനാലിസിസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ഡയമെൻഷണൽ അനാലിസിസും അതിൻ്റെ ആപ്ലിക്കേഷൻസും. ഓക്കെ,
എന്താണ് ഡയമെൻഷണൽ അനാലിസിസ് എന്ന് ചോദിച്ചാൽ, ഈ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻസ് പഠിച്ചു. ഇതുകൊണ്ട് എന്താണ് ഉപയോഗം, ഈ പഠിക്കുന്നതൊക്കെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ, ആ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ അനാലിസിസ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ഉപയോഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ചെക്കിംഗ് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി. ഡയമെൻഷണൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇക്വേഷൻ നമുക്ക് തന്നിരിക്കും, ഓഫ് ഇക്വേഷൻസ്, ഒരു ഇക്വേഷൻ നമ്മൾ തന്നിരിക്കും. ആ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. കറക്റ്റ്നെസ്സിൻ്റെ വേറൊരു പേരാണ് കൺസിസ്റ്റൻസി. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. ശരിയാണോ തെറ്റാണോ നമുക്ക് പൂർണ്ണമായും ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത് ഡയമെൻഷണലി ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. അതാണ് ഒന്നാമത് പഠിക്കുന്നത്. അതിൻ്റെ കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡെഡ്യൂസിങ് ദ റിലേഷൻ എമോങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ റിലേഷൻ ഫോം ചെയ്യുക. അതായത് നമുക്കൊരു പുതിയ ഇക്വേഷൻ പുതിയതായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അതിനെയാണ് ഡെഡ്യൂസിങ് റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ പഠിക്കുന്നു, എന്താണെന്ന് പഠിക്കുന്നു, എന്നിട്ട് അതിൻ്റെ കുറേ എക്സാമ്പിൾസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ പഠിക്കാം. ഫസ്റ്റ് എന്തായിരുന്നു? ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻസ്. ഓക്കെ, ഈ കറക്റ്റ്നെസ് നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെയാണ്. ഒരു ഇക്വേഷൻ തന്നിരിക്കും, ആ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കും. അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു തിയറിയുടെ ആവശ്യമുണ്ട്, ഒരു പ്രിൻസിപ്പിളിൻ്റെ ആവശ്യമുണ്ട്. ആ പ്രിൻസിപ്പിളിനെയാണ് വിളിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻസ്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻസ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഓഫ് ഡയമെൻഷൻസ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ്, എന്താണ് പറയുന്നത്? ഫോർ ആൻ ഇക്വേഷൻ ടു ബി കറക്റ്റ്, ഒരു ഇക്വേഷൻ ശരിയാകണമെങ്കിൽ ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേംസ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ മസ്റ്റ് ബി ദ സെയിം. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ ശരിയാവണമെങ്കിൽ ആ ഇക്വേഷൻ്റെ ഓരോ ടേമിലുമുള്ള, ടേം എന്നുള്ള വാക്ക് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് മനസ്സിലാക്കണം, ടേമിലുമുള്ള ഡയമെൻഷൻസ്, ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് രണ്ട് വശത്തും ഇക്വേഷൻ്റെ RHSലും LHSലും സെയിം ആയിരിക്കണം. ഓക്കെ, അതെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇഫ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ഇസഡ്, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ഇസഡ് എന്നൊരു ഇക്വേഷൻ തന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് എത്ര ടേംസ് ഉണ്ടെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ എത്ര ടേം ഉണ്ടെന്ന് അറിയാവോ? ടേംസിൻ്റെ എണ്ണം കിട്ടാനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇക്വേഷനകത്ത് പ്ലസ്സും മൈനസും എവിടെയൊക്കെ ഉണ്ടെന്നോ നോക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഓക്കെ, ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. ഒരു പ്ലസ്സോ അല്ലെങ്കിൽ ഒരു മൈനസോ ഇട്ടിരുന്നാൽ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും കിടക്കുന്നത് ഓരോ ടേംസ് ആയിരിക്കും. ഇനി അതേസമയം ഇൻറ്റു ആണെങ്കിൽ അത് രണ്ട് ടേംസ് ആയിരിക്കത്തില്ല, അതൊരൊറ്റ. ഇവിടെ എക്സ് ഇൻറ്റു വൈ എന്നായിരുന്നെങ്കിൽ അതൊരൊറ്റ ടേമാണ്. പക്ഷേ ഇവിടെ എക്സ് പ്ലസ് വൈ എന്നായതുകൊണ്ട് എക്സ് എന്ന് പറയുന്ന ഒരു ടേം, വൈ എന്ന് പറയുന്ന രണ്ടാമത്തെ ടേം. ഇനി ഈക്വൽ ടു കഴിഞ്ഞാൽ അപ്പുറത്ത് കിടക്കുന്ന അടുത്ത ടേം ആയിരിക്കും മൂന്നാമത്തെ ടേം. അപ്പോൾ ഇവിടെ മൂന്ന് ടേംസ് ഉണ്ട്. ഓക്കെ, എക്സ് എന്ന് പറയുന്നൊരു ടേം, വൈ എന്ന് പറയുന്നൊരു ടേം, ഇസഡ് എന്ന് പറയുന്നൊരു ടേം, മൂന്ന് ടേംസ്. അപ്പോൾ ഈ മൂന്ന് ടേമിൻ്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കും. അതായത് എക്സ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ അപ്പുറം ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് അത് നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? ഡയമെൻഷൻസ് ഓഫ് എക്സ്. ഈ വൈക്ക് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് എങ്ങനെ വായിക്കും? ഡയമെൻഷൻസ് ഓഫ് വൈ. അതേപോലെ ഡയമെൻഷൻസ് ഓഫ് ഇസഡ്. ഇത് മൂന്നും ഈക്വൽ ആയിരിക്കും. ഡയമെൻഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വൈ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഇസഡ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മേ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് ഓൺലി ഇഫ് ദേ ഹാവ് സെയിം ഡയമെൻഷൻസ്. ഒന്നോ രണ്ടോ അതിലധികമോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യുകയോ സബ്ട്രാക്റ്റ് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഡയമെൻഷൻ സെയിം ആയിരിക്കണം. ഈക്വേറ്റ് ചെയ്യണമെങ്കിൽ, ഈക്വൽ ടു എന്ന് എഴുതണമെങ്കിലും അതിൻ്റെ ഡയമെൻഷൻ സെയിം ആയിരിക്കണം. ഇവിടെ എന്താ എക്സും വൈയും ആഡ് ചെയ്തിരിക്കുകയല്ലേ, അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഡയമെൻഷൻ സെയിം ആയതുകൊണ്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഈക്വൽ ടു ഇസഡ് എന്ന് എഴുതിയിട്ടില്ലേ, എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും ഡയമെൻഷൻ സെയിം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വി കനോട്ട് ആഡ് 5 മീറ്റർ ആൻഡ് 10 കിലോഗ്രാം. 5 മീറ്ററും 10 കിലോഗ്രാമും തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. 5 മീറ്ററും 10 മീറ്ററും തമ്മിൽ ആഡ് ചെയ്ത് നമുക്ക് 15 മീറ്റർ എന്ന് എഴുതാം. പക്ഷേ 5 മീറ്റർ എന്ന് പറയുന്നത് മീറ്റർ ലെങ്ത് ആണ്, കിലോഗ്രാം എന്ന് പറയുന്നത് മാസ്സാണ്. അത് രണ്ടും കൂടെ എങ്ങനെ ആഡ് ചെയ്യും? പറ്റൂല. അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം അത് രണ്ടിൻ്റെയും ഡയമെൻഷൻ ഡിഫറൻ്റ് ആണ്. മീറ്റർ എന്ന് പറയുന്ന ലെങ്ത് ആണ്, അതിൻ്റെ ഡയമെൻഷൻ എൽ ആണ്. കിലോഗ്രാം എന്ന് പറയുന്ന മാസ് ആണ്, അതിൻ്റെ ഡയമെൻഷൻ എം ആണ്. അപ്പോൾ എല്ലും എമ്മും കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, വേറൊരു എക്സാമ്പിളോടെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അറിയാവുന്നൊരു ഇക്വേഷൻ എടുക്കാം.
ഓക്കെ, വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നൊരു ഇക്വേഷൻ എടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷനാണല്ലോ. ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ട്? ഇതിൻ്റെ അകത്ത് ഈ എൽ എച്ച് എസിൽ ആകെ വി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ടേം. ഓക്കെ, ആർ എച്ച് എസിൽ ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ഈ എക്കും ടിക്കും ഇടയിൽ ഒരു ഇൻറ്റു ഉണ്ട്. അപ്പോൾ ഇൻറ്റു ഇട്ടിരുന്നാൽ അത് രണ്ടും കൂടി ചേർത്ത് ഒറ്റ ടേമായിട്ടാണ് എടുക്കാൻ പറ്റുന്നത്. പക്ഷേ പ്ലസ്സോ മൈനസോ ആണെങ്കിൽ അതിൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ളത് രണ്ട് ഡിഫറെൻറ്റ് ടേംസ് ആയിരിക്കും. അപ്പോൾ യു എന്ന് പറയുന്നത് രണ്ടാമത്തെ ടേം, എ ടി എന്ന് പറയുന്നത് മൂന്നാമത്തെ ടേം. ഓക്കെ, 3 ടേം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 3 ടേമിൻ്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കും എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡയമെൻഷൻ ഓഫ് വി ഈക്വൽ ടു എന്തായിരിക്കും? രണ്ടാമത്തെ ടൈമായിട്ടുള്ള ഡയമെൻഷൻ ഓഫ് യു ഈസ് ഈക്വൽ ടു മൂന്നാമത്തെ ടൈമായിട്ടുള്ള എ ടി. എ ടിയുടെ ഡയമെൻഷൻസ് ഓഫ് എ ടി. ഡയമെൻഷൻസ് ഓഫ് എ ടി എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് എ ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടി എന്നാണ്. അതിനോട് മൾട്ടിപ്ലൈ കിട്ടുന്ന ഒരു ഡയമെൻഷൻ ഉണ്ടല്ലോ, അത് യുവിനും വിനും ഒക്കെ ഡയമെൻഷനലി ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ 1. ചെക്ക് ദ ഡയമെൻഷണൽ കോൺസിസ്റ്റൻസി ഓർ കറക്റ്റ്നെസ് ഓർ ഹോമോജീനിറ്റി ഓഫ് ദ ഇക്വേഷൻ. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഡയമെൻഷണലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഹോമോജീനിറ്റി. ഹോമോ എന്ന് പറഞ്ഞാൽ ഒരുപോലെ എന്നാണ്. ഇതിൻ്റെ എല്ലാ ടേംസിൻ്റെ ഡയമെൻഷൻ ഒരുപോലെയാണോ, അതാണ് ഹോമോജീനിറ്റി ഓഫ് ദ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ ഏതാണ്? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി. ഈ ഇക്വേഷൻ തെറ്റാണ്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ഇല്ലേ? കാര്യം എന്താണ്? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുണ്ട്, ഇവിടെ സ്ക്വയർ, അതുകൊണ്ട് ഇക്വേഷൻ തെറ്റാണ്. പക്ഷേ നമുക്കിത് നമ്മൾ ഇക്വേഷൻ കണ്ടിട്ടില്ലെന്ന് വിചാരിക്കുക, ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ തന്നിരിക്കുകയാണ്, ശരിയാണോ എന്ന് ചെക്ക് ചെയ്യണം. ഇതിനു വേണ്ടി നമുക്ക് ഡയമെൻഷൻസ് ഉപയോഗിക്കാം, അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ഉപയോഗിക്കാം. എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഒന്നെടുത്ത് എഴുതാം. തന്നിരിക്കുന്നത് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഡയമെൻഷനലി ശരിയാണോ എന്നറിയാൻ നമ്മുടെ രണ്ട് സൈഡും ഡയമെൻഷൻസ് എടുത്തു പോകുക. ഓരോ ടേംസിൻ്റെ ഡയമെൻഷൻ എടുത്തു പോകുക. ഈ 3 ഡയമെൻഷനും സെയിം ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. സെയിം ആയിട്ടല്ല കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ തെറ്റാണ്. ഇക്വേഷൻ ഡയമെൻഷനലി തെറ്റാണെന്നല്ല, ഇക്വേഷനേ തെറ്റാണ്. ഇതിൻ്റെ 3 ഡയമെൻഷൻ സെയിം ആണെങ്കിൽ ഡയമെൻഷനലി ശരിയാണെന്ന് പറയും. ഇക്വേഷൻ ഡയമെൻഷൻസ് സെയിം അല്ല എന്നുണ്ടെങ്കിൽ ഇക്വേഷനെ തെറ്റാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഇതിൻ്റെ ഓരോ ടേംസിന് ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എത്ര ടേംസ് ഉണ്ട്? ലെഫ്റ്റ് സൈഡിൽ ആകെ ഒരു ടേമേ ഉള്ളൂ, ഒന്നാമത്തെ ടേം. എസ് ആണ് ഒന്നാമത്തെ ടേം. റൈറ്റ് സൈഡിൽ ഇവിടെ ഒരു പ്ലസ് ഉണ്ടല്ലേ, പ്ലസിൻ്റെ ലെഫ്റ്റും റൈറ്റും കിടക്കുന്ന ഓരോ ടേമാണ്. ഇവിടെ യു ഇൻറ്റു ടി എന്നുണ്ട്, യുവും ടിയും മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, പക്ഷേ അതൊരൊറ്റ ടേം ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ടേം. ഹാഫ് എ ടി എന്ന് പറയുന്നത് മൂന്നാമത്തെ ടേം. പ്ലസ് അല്ലെങ്കിൽ മൈനസ് വന്നാൽ അത് ഡിഫറെൻറ്റ് ടേംസ് ആവും. ഇല്ലെങ്കിൽ ഇൻറ്റു ആയിരുന്നെങ്കിൽ യു ടി ഇൻറ്റു ഹാഫ് എ ടി എന്നായിരുന്നെങ്കിൽ ഇത് ഒറ്റ ടേം ആയനെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ ടേംസ് ആയിട്ട് എടുത്ത് ഡയമെൻഷൻ കണ്ടുപിടിച്ച് നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം ഫസ്റ്റ് ടേം എടുക്കാം, എസ്. ഡയമെൻഷൻസ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൽ ആണ്, ലെങ്ത് ആണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. അടുത്ത രണ്ടാമത്തെ ടൈം എടുക്കുക. രണ്ടാമത്തെ ടൈം എന്താണ്? യു ടി ആണ്. അപ്പോൾ യു ടിയുടെ ഡയമെൻഷൻ കണ്ടുപിടിച്ച് നോക്കുക. യു ടിയുടെ ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കും? യുവിൻ്റെ ഡയമെൻഷനെ ടിയുടെ ഡയമെൻഷനും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്. ഓക്കെ, യു എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റിയാണ്. ഇനിഷ്യൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ വെലോസിറ്റിയുടെ അതേ ഡയമെൻഷനാണ്. എന്താണ് വെലോസിറ്റി ഡയമെൻഷൻ? എൽ ടി റേസ് ടു -1 ഇൻറ്റു ഈ ടി എന്താണ്? ടൈമാണ്. ഈ സ്മോൾ ടി എന്ന് പറഞ്ഞാൽ ഗിവൺ ടൈമാണ്. ക്യാപിറ്റൽ ടി അതിൻ്റെ ഡയമെൻഷനാണ്, ടൈമിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ടി പവർ ഒന്നുമില്ല അല്ലേ, അപ്പോൾ ടി റേസ് ടു 1 എന്ന് കൊടുക്കുക. എൽ അതേപോലെ എഴുതുക. ഓക്കെ, ടി റേസ് ടു 1ഉം -1, അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1ഉം -1ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ടി റേസ് ടു 0 എന്ന് കിട്ടും. ടി റേസ് ടു 0, എനി നമ്പർ റേസ് ടു 0, ടി റേസ് ടു 0 ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതെന്ത് കിട്ടും? ഈ എൽ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടേമിൻ്റെ ഡയമെൻഷൻ നമുക്ക് എൽ എന്ന് കിട്ടി, രണ്ടാമത്തെ എൽ എന്ന് കിട്ടി, മൂന്നാമത്തെയും കൂടെ എൽ എന്ന് കിട്ടുകയാണെങ്കിൽ ഈക്വേഷൻ ശരിയാണ് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. മൂന്നാമത്തേത് ഹാഫ് എ ടി ആണ്. ഇതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവിടെ ഹാഫ് എന്ന് പറയുന്നത് 1/2 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ഈ നമ്പറിനൊന്നും ഡയമെൻഷൻ ഇല്ല, ബാക്കിയുള്ള എക്കും ടിക്കും മാത്രമേ ഡയമെൻഷൻ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇത് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? എയുടെ ഡയമെൻഷൻ ഇൻറ്റു
ടിയുടെ ഡയമെൻഷൻ. എ എന്താണ്? എ ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്താണ്? എൽ ടി റേസ് ടു -2 എന്നാണ്. ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കണം. ഇനി ടി എന്താണ്? ടൈമാണ്. ടൈമിൻ്റെ ഡയമെൻഷൻ ടി ആണ്. ടി റേസ് ടു 1 ആണ് അല്ലേ? അപ്പോൾ നമ്മളിത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എൽ ആകെ ഒരെണ്ണേ ഉള്ളൂ. അത് അതേപോലെ എഴുതുക. ടി റേസ് ടു നോക്കുമ്പോൾ ടി റേസ് ടു ഇവിടെ -2 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ -1 എന്ന് കിട്ടും. ഓക്കെ, ടി റേസ് ടു -2 ടി റേസ് ടു 1 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ പവർ ആഡ് ചെയ്യുക. അപ്പോൾ ടി റേസ് ടു -1. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ ടൈമിൻ്റെ ഡയമെൻഷനും രണ്ടാമത്തെ ടൈമിൻ്റെതും ഈക്വൽ ആണെങ്കിലും മൂന്നാമത്തെ ഡിഫറൻ്റ് ആണ്. എൽ ടി റേസ് ടു -1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ എന്ത് എഴുതാം? ദ ഗിവൺ ഇക്വേഷൻ ഈസ് ഇൻകറക്റ്റ് എന്ന് എഴുതാം. ഇൻകറക്റ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. ചെക്ക് ദ ഡയമെൻഷണൽ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ. ഏതാണ് ഇക്വേഷൻ? S = ut + ½ AT². ഈ ഇക്വേഷൻ ശരിയാണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷേ നമ്മൾ ഇത് വെച്ച് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എടുത്ത് എഴുതുക. ഫസ്റ്റ് സ്റ്റെപ്പിൽ അതാണ് ചെയ്യേണ്ടത്. S = ut + ½ AT². ഓക്കെ, എടുത്തെഴുതി. ഇനി എന്ത് ചെയ്യണം? ഇനി ഇതിൻ്റെ ഓരോ ടേംസ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതാ എസ് ഒന്നാമത്തെ ടേം, ഇവിടെ പ്ലസ് അല്ലേ കിടക്കുന്നത്? ½ × AT ആണ്. ½ × AT² ആണ്. അത് ഒരൊറ്റ ടേമാണ്. ut എന്ന് പറയുന്ന ഒരൊറ്റ ടേമാണ്. ഇതിന് രണ്ടിനെ സെപ്പറേറ്റ് ചെയ്ത് പ്ലസ് ഉണ്ട്. അപ്പോൾ ഇത് 2, അതായത് ഇത്രയും കൂടെ 3. ഓക്കെ, ഇനി ഇതിൻ്റെ ഓരോ ടൈമിൻ്റെ ആയിട്ട് ഡയമെൻഷൻ കണ്ടുപിടിച്ച് നോക്കുക. ആദ്യം എസിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിച്ച് നോക്കുക. എസിൻ്റെ ഡയമെൻഷൻ എന്ത് കിട്ടും? എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ. അടുത്ത യുടെ ഡയമെൻഷൻ കണ്ടുപിടിച്ച് നോക്കുക. യുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ യുവിൻ്റെ ഡയമെൻഷൻ ഇൻറ്റു ടിയുടെ ഡയമെൻഷൻ. അത് നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ എൽ ടി റേസ് ടു -1 ഇൻറ്റു ടി. അപ്പോൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എൽ എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെയും ആദ്യത്തെ 2 ടൈംസിൻ്റെ ഡയമെൻഷൻ നമുക്ക് സെയിം ആയിട്ട് കിട്ടി. അടുത്ത മൂന്നാമത്തെ ഒരു ടൈമിൻ്റെയും കൂടെ കണ്ടുപിടിക്കണം. എന്താണ്? ½ AT². ഇതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. ഡയമെൻഷൻ കണ്ടുപിടിക്കുമ്പോൾ ഹാഫ് നോക്കേണ്ട ആവശ്യമില്ല എന്നറിയാമല്ലോ. അപ്പോൾ എയുടെ ഡയമെൻഷൻ ഇൻറ്റു T² ഡയമെൻഷൻ. ഓക്കെ, എ എന്താണ്? ആക്സിലറേഷൻ. അതിൻ്റെ ഡയമെൻഷൻ എന്താണ്? എൽ ടി റേസ് ടു -2 എന്നാണ്. ഇൻറ്റു ടി എന്താണ്? ടൈമാണ്. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ T² എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? ഈ ടി റേസ് എൽ ആദ്യം എഴുതുക. ടി റേസ് ടു -2ഉം ടി റേസ് ടു 2 ഉണ്ട്. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 + 2 ചെയ്യുമ്പോൾ 0 ആവും. അപ്പോൾ ടി റേസ് ടു 0 എന്ന് കിട്ടും. എത്രയാണ് ടി റേസ് ടു 0? എനി നമ്പർ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ടി റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 എന്നാണ്. അപ്പോൾ എൽ ഇൻറ്റു 1 എന്ന് കിട്ടും. അപ്പോൾ എൽ എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ നോക്ക്. ഇപ്പോൾ ഒന്നാമത്തെ ടേമിൻ്റെ ഡയമെൻഷൻ എൽ, രണ്ടാമത്തേൻ്റെ എൽ, മൂന്നാമത്തേൻ്റെ എൽ. ഈ 3 ടേമിൻ്റെയും ഡയമെൻഷൻസ് നമുക്ക് സെയിം ആയിട്ട് കിട്ടി. അതുകൊണ്ട് നമുക്ക് പറയാം ഈ തന്നിരിക്കുന്ന ഗിവൺ ഇക്വേഷൻ ശരിയാണെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ശരിയാവില്ല, അത് ഡയമെൻഷണലി ശരിയാണ്. ഓക്കെ, ഡയമെൻഷണലി ശരിയാണെന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഇവിടെ തന്നിരിക്കുന്ന ഡയമെൻഷൻ ഇല്ലാത്ത ഈ നമ്പർ ഉണ്ടല്ലോ, ½ 1/2, ഈ 1/2 ശരിയാണോ ഇല്ലയെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു വഴിയില്ല. അത് നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് ചെയ്യാൻ പറ്റില്ല, അത് എക്സ്പെരിമെൻ്റലായി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഡയമെൻഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് ശരിയാണ്, ഇത്രയും നമുക്ക് പറയാം. പക്ഷേ ഇത് ശരിയല്ല എന്നുണ്ടെങ്കിൽ, ഡയമെൻഷൻ ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ മൊത്തത്തിൽ തെറ്റാണെന്ന് പറയാം. ഡയമെൻഷൻ ശരിയാണെങ്കിൽ ഇക്വേഷൻ ഡയമെൻഷനലി ശരിയാണ് എന്ന് പ്രത്യേകം എടുത്തെഴുതണം. അപ്പോൾ നമ്മളിതിൻ്റെ ലാസ്റ്റ് എന്ത് എഴുതി ചേർക്കണം? ദ ഗിവൺ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഡയമെൻഷനലി കറക്റ്റ് എന്ന് എടുത്തെഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതിവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ചെക്ക് ദ ഡയമെൻഷണൽ കോൺസിസ്റ്റൻസി ഓഫ് ദ ഇക്വേഷൻ S = ut + 2/3 AT². ഇക്വേഷൻ തെറ്റാണെന്ന് നമുക്കറിയാം, കാരണം S = ut + ½ AT² ആണ്. ഇവിടെ 2/3 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ്
ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ടേംസിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടെ എത്ര ടേംസ് ഉണ്ട്? എസ് എന്ന് പറയുന്ന ഒന്നാമത്തെ ടേം, യു ടി എന്ന് പറയുന്ന രണ്ടാമത്തെ ടേം, 2/3 AT² എന്ന് പറയുന്ന മൂന്നാമത്തെ ടേം. ഈ ഓരോ ടേമായിട്ട് നമ്മളെടുത്ത് ചെയ്ത് നോക്കുമ്പോൾ ഫസ്റ്റ് എസിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിച്ച് നോക്കുക. എസിൻ്റെ ഡയമെൻഷൻ എൽ എന്ന് കിട്ടി. യു ടിൻ്റെ ഡയമെൻഷൻ ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ യു ടിയുടെ ഡയമെൻഷൻ യുൻ്റെത് LT⁻⁻1, ടിയുടേത് ടി തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എൽ എന്ന് കിട്ടും. അടുത്ത 2/3 AT²ൽ 2/3ക്ക് ഡയമെൻഷൻ ഇല്ല. എയുടെ ഡയമെൻഷൻ LT⁻², T²ൻ്റെത് T² മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൽ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ടേമിൻ്റെ ഡയമെൻഷൻ എന്ത് കിട്ടി? എൽ. രണ്ടാമത്തെ ടേമിൻ്റെത് എൽ. മൂന്നാമത്തെ ടേമിൻ്റെതും എൽ. അപ്പോൾ എൽ. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാവും? ഈ ഇക്വേഷൻ്റെ എല്ലാ ടേംസിൻ്റെ ഡയമെൻഷൻ സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ ഡയമെൻഷണലി കറക്റ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, സിൻസ് ഈച്ച് ടൈം ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻ ഹാസ് ദ സെയിം ഡയമെൻഷൻ, ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷണലി കറക്റ്റ്. ഡയമെൻഷണലി ശരിയാണ്, പക്ഷേ ഇക്വേഷൻ ശരിയല്ല. അപ്പോൾ അതെങ്ങനെ ശരിയാവും? ഡയമെൻഷൻ വെച്ച് നോക്കുമ്പോൾ ശരിയാണ്. ഈ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ച് പറ്റത്തില്ല. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈവൻ ദോ ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷണലി കറക്റ്റ്, എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സാക്റ്റ് ഇക്വേഷൻ. ഇത് എക്സാക്റ്റ് ഇക്വേഷൻ അല്ല. അത് നമുക്ക് എങ്ങനെ മനസ്സിലായി? നമുക്ക് ഇക്വേഷൻ നേരത്തെ അറിയാം, അങ്ങനെ മനസ്സിലായി. അല്ലായിരുന്നെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു വഴിയില്ല. ഓക്കെ, ഇക്വേഷൻ ഡയമെൻഷണലി കറക്റ്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇക്വേഷൻ്റെ ടേംസിൻ്റെ ഡയമെൻഷൻ ശരിയാണെങ്കിൽ ഇത് ഡയമെൻഷണലി മാത്രമേ കറക്റ്റ് ആവൂ. ഇക്വേഷൻ പൂർണ്ണമായിട്ട് ശരിയാവണമെന്നില്ല. പക്ഷേ ഇത് ഡയമെൻഷണലി തെറ്റാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇക്വേഷൻ തെറ്റാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ ഡയമെൻഷണലി കറക്റ്റ് ഇക്വേഷൻ നീഡ് നോട്ട് ബി എക്സാക്റ്റ് ഇക്വേഷൻ. ഒരു ഡയമെൻഷൻ ശരിയായിട്ടുള്ളൊരു ഇക്വേഷൻ എക്സാക്റ്റ് ഇക്വേഷൻ ആവണമെന്നില്ല. പക്ഷേ ബട്ട് എ ഡയമെൻഷണലി റോങ് ഇക്വേഷൻ മസ്റ്റ് ബി റോങ്. അങ്ങനെയാണെങ്കിൽ പറയാൻ പറ്റും അത് ഉറപ്പായിട്ടും റോങ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിൽ ഈ 3 ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യനും ഏകദേശം സെയിം ഇക്വേഷൻ എടുത്തിട്ട് SC² UT + ½ AT² ചെറിയ വ്യത്യാസം വരുത്തിയിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് തന്നെ 3 എക്സാമ്പിൾ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വേറൊരു ഇക്വേഷൻ ചെയ്യാം. ചെക്ക് ദ ഡയമെൻഷണൽ കോൺസിസ്റ്റൻസി ഓഫ് ദ ഇക്വേഷൻ ½ mv² = mgh. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ആദ്യം ഫസ്റ്റ് ഇതിൻ്റെ ടേംസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഈക്വൽ ടു സൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വേറെ പ്ലസ് മൈനസ് ചിഹ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് മൊത്തത്തിൽ ഒരൊറ്റ ടേമാണ്. ഓക്കെ, അപ്പോൾ ഇത് ടേം നമ്പർ 1, റൈറ്റ് സൈഡിലുള്ളത് mgh, ഇത് ടേം നമ്പർ 2. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡയമെൻഷൻസ് എടുത്ത് നോക്കാം. ആദ്യം ഫസ്റ്റ് ടേമിൻ്റെ ചെയ്ത് നോക്കാം. ½ mv² = ഹാഫിന് ഡയമെൻഷൻ ഇല്ല. എമ്മിൻ്റെ ഡയമെൻഷൻ എന്താണ്? എമ്മിൻ്റെ ഡയമെൻഷൻ ഇൻറ്റു v²ൻ്റെ ഡയമെൻഷൻ ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതാണ് എമ്മിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ M ആണ്, മാസാണ്. വി എന്താണ്? വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1 ആണ്. ഓക്കെ, പക്ഷേ ഒരു സ്ക്വയർ ഉണ്ടല്ലേ, അത് വിയുടെ മൊത്തത്തിലുള്ള സ്ക്വയറാണ്. അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മൾ ഇതിനൊരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് മൊത്തത്തിൽ സ്ക്വയർ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? എം അതേപോലെ എടുത്ത് എഴുതുക. ഈ L എന്ന് പറഞ്ഞാൽ L⁻1 എന്നാണ്, T⁻⁻1 എന്നാണ്. അപ്പോൾ L⁻1 T⁻⁻1 2 ആണ്. അപ്പോൾ 2 എന്നുള്ള പവർ ഈ Lനും കൊടുക്കണം, Tക്കും കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ പവർ കൊടുക്കുന്നത്? 2 × 1, അതാണ് Lൻ്റെ പവർ. 2 × ഈ കോമൺ പവർ ഈ ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ പവറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 × 1 എന്ത് കിട്ടും? L⁻2 എന്ന് കിട്ടും. ഇനി T⁻⁻1 × 2 അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -1 × 2 ചെയ്താൽ -2 എന്ന് കിട്ടും. അപ്പോൾ അതാണ് ഫസ്റ്റ് ടേമിൻ്റെ ഡയമെൻഷൻ. ml² T⁻⁻2 എന്ന് കിട്ടി. അടുത്ത രണ്ടാമത്തത് mgh-ൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, എം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസാണ്. ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ 3ൻ്റെ ഡയമെൻഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എമ്മിൻ്റെ ഡയമെൻഷൻ ഇൻറ്റു
ജിയുടെ ഡയമെൻഷൻ ഇൻറ്റു എച്ചിൻ്റെ ഡയമെൻഷൻ. ഓക്കെ, എമ്മിൻ്റെ ഡയമെൻഷൻ എം തന്നെ. ജി എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇവിടെ തന്നിട്ടുണ്ട് ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയാലും ശരി എന്തായാലും ശരി അത് ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ LT⁻⁻² എന്നാണ്. ഇൻറ്റു എച്ച് ഹൈറ്റ് അല്ലേ, ഹൈറ്റിൻ്റെ ഡയമെൻഷൻ എൽ എന്നാണ്. അപ്പോൾ ഇത് മൂന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അപ്പോൾ എം അതേപോലെ എഴുതുക, L⁻⁻1 L⁻⁻1 അത് രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം L² എന്ന് കിട്ടും. T⁻², അതേപോലെ എടുത്ത് എഴുതുക T⁻². ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ടൈമിൻ്റെ ഡയമെൻഷൻ എന്തായിരുന്നു? എം L² T⁻². രണ്ടാമത്തേൻ്റെതാ അതും എം L² T⁻². അപ്പോൾ രണ്ട് ഡയമെൻഷനും സെയിം ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് എഴുതാം? ദ ഗിവൺ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് എഴുതാം. ഡയമെൻഷനലി കറക്റ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ E=mc². E=mc² എന്നുള്ള നമ്മൾ കേട്ടിട്ടുള്ള ഇക്വേഷനാണ്. ഇതിൻ്റെ അകത്ത് ഇ എന്ന് പറഞ്ഞാൽ എനർജിയാണ്, എം എന്ന് പറഞ്ഞാൽ മാസാണ്, സി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. വെലോസിറ്റി ഓഫ് ലൈറ്റ് ആയാലും വെലോസിറ്റി ഓഫ് ഏത് പാർട്ടിക്കിൾ ആയാലും ശരി വെലോസിറ്റിക്ക് ഒരേ ഡയമെൻഷനാണ്. അപ്പോൾ നമ്മളിത് ചെയ്യാനായിട്ട് ഡയമെൻഷൻ ചെക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് ടേംസ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ഒറ്റ ടേമേ ഉള്ളൂ, റൈറ്റ് സൈഡിൽ പ്ലസോ മൈനസോ ഇല്ലാത്തതുകൊണ്ട് ഈ mc² എന്നുള്ളൊരു ഒറ്റ ടേമാണ്. അപ്പോൾ ഇതിവിടെ സൊല്യൂഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇയുടെ ഡയമെൻഷൻ എന്ത് കിട്ടി? ഇ എന്ന് പറഞ്ഞാൽ എനർജി അല്ലേ, എനർജിയുടെ ഡയമെൻഷൻ നമുക്കറിയാം mL² T⁻² ആണ്. അടുത്തത് mc² ആണ് രണ്ടാമത്തെ ടൈം. അതിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം എമ്മിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം. സി എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ്. അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? LT⁻⁻1. അതിൻ്റെ സ്ക്വയർ c² ഉള്ളതുകൊണ്ട് അതിൻ്റെ സ്ക്വയർ. ഓക്കെ, എം അതേപോലെ എഴുതുക. ഈ (2) എന്നുള്ളത് എല്ലിനും കൊടുക്കുക, T⁻⁻1 കൊടുക്കുക. എല്ലിന് കൊടുക്കുമ്പോൾ അത് L² ആവും. ഓക്കെ, എം അതേപോലെ എഴുതി, L² കിട്ടി. ഇനി T⁻⁻1 വരുമ്പോൾ -1 × 2 ചെയ്യുക. അപ്പോൾ നമുക്ക് T⁻⁻2 എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് ആദ്യം കിട്ടിയ എനർജിയുടെ ഡയമെൻഷനും സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ദ ഡയമെൻഷൻസ് ഓഫ് LHS ആൻഡ് RHS ആർ ദ സെയിം ആൻഡ് ഹെൻസ് ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഇത്ര എഴുതിയാൽ ദ ഗിവൺ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ ദ ഗിവൺ ഇക്വേഷൻ V = x + at. ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻ V = x + at എന്നാണ്. ഈ ഇക്വേഷൻ ശരിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ഇൻ ദ ഗിവൺ ഇക്വേഷൻ എന്ന് പറഞ്ഞിരുന്നാൽ ആ ഇക്വേഷൻ ശരിയാണെന്നാണ്. ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് എക്സിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എനിവേ എക്സിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ടേംസ് എന്താണെന്ന് നമുക്കറിയാമോ? അതൊക്കെ തന്നിട്ടുണ്ട്. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണെന്ന് തന്നിട്ടുണ്ട്, എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണെന്ന് തന്നിട്ടുണ്ട്, ടി ടൈം ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം വി തന്നു, എ തന്നു, ടി തന്നു. ഇനി എക്സിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷൻ എടുത്ത് എഴുതുക. എന്താണ് ഇക്വേഷൻ? V = x + at. ഇനി ഇതിൻ്റെ അകത്ത് ഈ എക്സിൻ്റെ ഡയമെൻഷൻ കിട്ടാനായിട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത് ഇക്വേഷൻ ഓഫ് ഹോമോജീനിറ്റി ആണ്. ഇക്വേഷൻ ഓഫ് ഹോമോജീനിറ്റി അനുസരിച്ച് ഒരു ഗിവൺ ഇക്വേഷനിലെ എല്ലാ ടേംസിൻ്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്ര ടേംസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒന്നാമത്തെ ടേം എക്സ്, രണ്ടാമത്തെ ടേം at, മൂന്നാമത്തെ ടേം. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് അപ്പുറം 2 ടൈംസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡയമെൻഷൻ സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അപ്പോൾ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി വെച്ചാണ് നമ്മൾ ഈ ഇക്വേഷൻ ഇതിൻ്റെ സൊല്യൂഷൻ ചെയ്യുന്നത് എന്നുള്ളത് എഴുതി വയ്ക്കണം. എന്നാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മൂന്നിൻ്റെ ഡയമെൻഷൻ സെയിം ആണെന്ന് എഴുതാൻ പറ്റും. ഏതൊക്കെയാണ് 3 എണ്ണം?
ഒന്നാമത്തെ വി, വിയുടെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു എക്സിൻ്റെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു എ ടിയുടെ ഡയമെൻഷൻ എന്ന് എഴുതാൻ പറ്റും. മൂന്നിൻ്റെ ഡയമെൻഷൻ സെയിം ആണ്. അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടത്? നമുക്ക് എക്സ് ആണ് വേണ്ടത്. അത് കിട്ടാനായിട്ട് നമ്മൾ ഈ ബാക്കിയുള്ള രണ്ട് ടേംസ് ഉണ്ടല്ലോ, എക്സ് ഒഴിച്ച് ബാക്കിയുള്ള രണ്ട് ടേംസ് വിയും എ ടി, ഇതിൽ ഏതിൻ്റെങ്കിലും ഒന്നിൻ്റെ ഡയമെൻഷനുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വിയുടേതായിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? ഡയമെൻഷൻ, ഈ ഇക്വേഷൻ എന്ന് നമുക്ക് ഇതും ഈ ഒന്നാമത്തെ ടേമും രണ്ടാമത്തെ ടേമും മാത്രം എടുക്കുക. അതിൻ്റെ രണ്ടിൻ്റെ ഡയമെൻഷൻ സെയിം ആണല്ലോ. അപ്പോൾ എന്താണ്? ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വി. എന്താണ്? വെലോസിറ്റി. വെലോസിറ്റി ഡയമെൻഷൻ എന്താണ്? എൽ ടി റേസ് ടു -1. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എക്സ് നമുക്ക് കിട്ടി. ഡയമെൻഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എൽ ടി റേസ് ടു -1. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഗിവൺ ഇക്വേഷൻ എന്ന് ഒരു അൺനോൺ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്ത ഇതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് നോക്കാം. ഇൻ ദ ഗിവൺ ഇക്വേഷൻ, നേരത്തെ പോലെ തന്നെ ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ? എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ. ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് എ ബി സി. ഈ മൂന്നെണ്ണത്തിൻ്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി ഇവിടെ ഏതെങ്കിലും ഈ എയും ബി സി ഒഴിച്ച് ബാക്കി ഇവിടെ എന്തൊക്കെ ഉണ്ട്? എക്സ് ഉണ്ട്, ടി ഉണ്ട്. അതിവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന്. എക്സ് എന്ന് പറഞ്ഞാൽ ഇൻ മീറ്റേഴ്സ് ആണ്. എക്സ് ഇൻ മീറ്റേഴ്സ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? എക്സ് ഡിസ്റ്റൻസ്, എക്സ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് ടി ഇൻ സെക്കൻഡ്സ്. ടി ഇൻ സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ടി എന്ന് പറഞ്ഞാൽ ടൈമാണ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അത് രണ്ടും വെച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇക്വേഷൻ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അത് ഗിവൺ ഇക്വേഷൻ എടുത്ത് എഴുതാം. ഗിവൺ ഇക്വേഷൻ എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ടി പ്ലസ് സി ടി സ്ക്വയർ. ഇനി നമ്മൾ ഇതിനകത്തുള്ള ടേംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഒന്നാമത്തെ ടേം, രണ്ടാമത്തെ ടേം. ഇവിടെ പ്ലസ് ഉള്ളതുകൊണ്ട് അപ്പുറമുള്ള രണ്ട് ടേംസാണ്. ഇത് മൂന്നാമത്തെ ടേം. ഇവിടെ പിന്നെയും പ്ലസ് ഉണ്ട്, അപ്പോൾ ഇത് നാലാമത്തെ ടേം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത് എന്ന് എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതണം? യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി വെച്ച് നമുക്ക് എന്ത് എഴുതാം? ഫസ്റ്റ് ടേമിൻ്റെ ഡയമെൻഷനും രണ്ടാമത്തേൻ്റെതും മൂന്നാമത്തേൻ്റെയും നാലാമത്തേൻ്റെ ഒക്കെ ഡയമെൻഷൻ സെയിം ആണെന്ന് എഴുതാം. ഫസ്റ്റ് ടേം എന്താണ്? എക്സ്, അതിൻ്റെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു രണ്ടാമത്തേതായിട്ടുള്ള എ, എയുടെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു മൂന്നാമത്തേതായിട്ടുള്ള ബി ടി, ബി ടിയുടെ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു നാലാമത്തെ ടേമായിട്ടുള്ള സി ടി സ്ക്വയർ. ഈ 4 ഡയമെൻഷനും സെയിം ആണെന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ആദ്യം എ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ രണ്ടാമത്തെ ടേം എടുക്കുക, പിന്നെ ഒന്നാമത്തെ ടേമോ അല്ലെങ്കിൽ മൂന്നാമത്തെ നാലാമത്തെ ഏതെങ്കിലും ഒരെണ്ണമായിട്ട് ചെയ്യുക. നമുക്ക് പൂർണ്ണമായി അറിയാവുന്ന ഒരു ടേം ഏതാണ്? എക്സിൻ്റെത് അറിയാം. എക്സിൻ്റെത് മീറ്ററിലാണെന്നറിയാം, അതായത് ലെങ്ത് ആണെന്നറിയാം. അപ്പോൾ ഒന്നാമത്തെ ടേമും രണ്ടാമത്തെ ടേമുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ് എന്ന് എഴുതാം. ഡയമെൻഷൻ ഓഫ് എക്സ് എന്ന് എഴുതാം. ഡയമെൻഷൻ ഓഫ് എക്സ് എന്താണ്? ഡയമെൻഷൻ ഓഫ് എക്സ് എൽ ആണ്, ലെങ്ത് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി, എയുടെ ഡയമെൻഷൻ കിട്ടി. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബിയുടെ ഡയമെൻഷനാണ്. ബി കിടക്കുന്നത് മൂന്നാമത്തെ ടൈമിലാണ്. മൂന്നാമത്തെ ടൈമിൽ ബി ടി, അതും ഈ ബാക്കിയുള്ള ഏതെങ്കിലുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ എടുക്കാം. എക്സ് എന്നുള്ള ടൈമും മൂന്നാമത്തെ ടൈമും എടുക്കാം. ഓക്കെ, ഫസ്റ്റ് ടൈമും മൂന്നാമത്തെ ടൈമും. ആദ്യം നമുക്ക് മൂന്നാമത്തെ ടൈം എൽ എച്ച് എസ് എഴുതാം. അതായത് ഡയമെൻഷൻ ഓഫ് ബി ടി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ബി മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ടീനെ അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഡയമെൻഷൻ ഓഫ് ബി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ്. ഇനി ടീനെ അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും?
എക്സിൻ്റെ ഡയമെൻഷൻ എൽ, ടിയുടെ ഡയമെൻഷൻ ക്യാപിറ്റൽ ടി. അപ്പോൾ എന്ത് കിട്ടും ആൻസർ? എൽ ഇൻറ്റു ടി റേസ് ടു -1 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ബിയുടെ ഡയമെൻഷൻ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സിയുടെ ഡയമെൻഷനാണ്. സിയുടെ ഡയമെൻഷൻ ഏതിലാണ് കിടക്കുന്നത്? സി എന്നുള്ള ടേം കിടക്കുന്നത്, സി എന്നുള്ള വേരിയബിൾ കിടക്കുന്നത് 4ാമത്തെ ടേമിലാണ്. അതും വേറെയുള്ള നമുക്കിപ്പോൾ ബാക്കി 1ൻ്റെ 2ൻ്റെ 3ൻ്റെ ഒക്കെ അറിയാം. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്നുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോഴും പിന്നെ എടുക്കുന്നത് 1ാമത്തെ ടേം തന്നെ എടുക്കുന്നു. അപ്പോൾ നമുക്ക് 1ഉം 4ഉം ടേംസ് ഇക്വേറ്റ് ചെയ്യാം. അതായത് ഡയമെൻഷൻ ഓഫ് സി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് സി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ്. ഇനി ഡയമെൻഷൻ ഓഫ് സി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഡയമെൻഷൻ ഓഫ് സി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എക്സ് ഡിവൈഡ് ബൈ ഡയമെൻഷൻ ഓഫ് ടി സ്ക്വയർ എന്ന് കിട്ടും. ഈ ടി സ്ക്വയറിനെ അങ്ങ് അപ്പുറത്ത് വെച്ച് കൊണ്ടുപോയി. അപ്പോൾ എന്ത് കിട്ടും? എക്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? എൽ ഡിവൈഡ് ബൈ ടി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എന്താണ്? ടി ടൈം അല്ലേ? അപ്പോൾ ടി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ ടി റേസ് ടു 2. ഡിനോമിനേറ്ററിനെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ എന്താവും? എൽ ടി റേസ് ടു -2 എന്ന് കിട്ടും. എൽ ടി റേസ് ടു -2. ഇത് ആക്സിലറേഷൻ്റെ ഡയമെൻഷനാണ്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് സി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്? എൽ ടി റേസ് ടു -2 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെ നമ്മൾ എയുടെയും ബിയുടെയും സിയുടെയും ഡയമെൻഷൻസ് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. പ്രോബ്ലം വായിച്ചു നോക്കാം. ദ വാണ്ടർ വാൾസ് ഇക്വേഷൻ. വാണ്ടർ വാൾസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ അത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? n മോൾസ് ഓഫ് എ റിയൽ ഗ്യാസ് ഈസ് പി പ്ലസ് എ ബൈ വി സ്ക്വയർ, പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ഈസ് ഈക്വൽ ടു NRT. ഇതിനകത്തുള്ള ഓരോ ടേംസ് എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇക്വേഷൻ ഇതാണ്: പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ഈസ് ഈക്വൽ ടു NRT. പി എന്ന് പറഞ്ഞാൽ പ്രഷർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, വി എന്ന് പറഞ്ഞാൽ വോളിയം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ടി എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അതായത് ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആർ എന്ന് പറയുന്നത് മോളാർ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി പറഞ്ഞിട്ടില്ലാത്ത ഏതൊക്കെയാണ്? എ, ബി. ഇത് രണ്ടുപോലെ പറഞ്ഞിട്ടില്ലാത്തതായിട്ടുള്ള എന്നും പറഞ്ഞിട്ട്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ആണ്, മോൾസിൻ്റെ എണ്ണമാണ്. ഇതൊരു ഗ്യാസ് ഇക്വേഷനാണ്, ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എ, ബി ആൻഡ് സി ആർ വാണ്ടർ വാൾസ് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ സി എന്ന് പറയുന്നത് അവർക്ക് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് പോകുന്ന മിസ്റ്റേക്കാണ്. ഇതിൽ സി ഇല്ല, എയും ബിയും മാത്രമേ ഉള്ളൂ. ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളിതൊന്നും നോക്കണ്ട. ഈ വാണ്ടർ വാൾസ് എന്നുള്ള ഇക്വേഷൻ്റെ ഈ പേരൊന്നും കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഇക്വേഷനിലോട്ട് മാത്രം നോക്കുക. ഇക്വേഷനകത്ത് തന്നിട്ടുള്ള ടേംസ് ഏതൊക്കെയാണെന്ന് അറിയാമോ നോക്കുക. പറഞ്ഞിട്ടുണ്ട് പി തന്നിട്ട് പി എന്ന് പറഞ്ഞാൽ പ്രഷറാണെന്നും വി വോളിയമാണെന്നും ആറും ടിയും ഒക്കെ മോളാർ ഗ്യാസ് കോൺസ്റ്റൻറ്റും അതേപോലെ ടെമ്പറേച്ചറുമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എയും ബിയും കണ്ടുപിടിക്കുക. നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം എടുക്കുക. ഓക്കെ, നമുക്കറിയാവുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി ആണ്. അതിന് പ്രകാരം എന്താണ്? സെയിം ഡയമെൻഷൻസ് ആയിരിക്കും ഒരു ഇക്വേഷൻ്റെ എല്ലാ ടൈമിലുള്ളതെന്നറിയാം. അതേപോലെ സെയിം ഡയമെൻഷൻ ആണെങ്കിൽ മാത്രമേ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ ഇക്വേറ്റ് ചെയ്യാനോ ഒക്കെ പറ്റൂ എന്നും അറിയാം. അപ്പോൾ ആ കാര്യം മാത്രം വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് അറിയാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ഇക്വേഷൻ ഒന്നെടുത്ത് എഴുതി നോക്കാം. അപ്പോൾ എഴുതുമ്പോൾ പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു, ഇതൊരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഇൻറ്റു കൊടുത്തിരിക്കുകയാണ്, ഇൻറ്റു വി മൈനസ് ബി ഈസ് ഈക്വൽ ടു NRT. ഈ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി അപ്ലൈ ചെയ്യാൻ സമയത്ത് ഈ പ്ലസും മൈനസും ചെയ്യുന്നത് സെയിം ഡയമെൻഷനുള്ള ടേംസ് വെച്ച് മാത്രമേ പറ്റൂ എന്ന് നമുക്കറിയാം. ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇതിൻ്റെ ആൻസർ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ നോക്കുകയാണെങ്കിൽ പി പ്ലസ് എ ബൈ വി സ്ക്വയർ എന്ന് ചെയ്തിട്ടുണ്ട്. അതിന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് ഇൻറ്റു ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളതൊന്നും നോക്കണ്ട. പിയും എ പ്ലസ് വി സ്ക്വയറും തമ്മിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? പിയുടെ പി ഇവിടെ എത്ര ടൈംസ് ഉണ്ട്? ഈ ബ്രാക്കറ്റിനകത്ത് എത്ര ടൈംസ് ഉണ്ട്? ഇത് ഒന്നാമത്തെ ടൈം, ഇത് രണ്ടാമത്തെ ടൈം. ഈ രണ്ട് ടേംസും സെയിം ഡയമെൻഷൻ ഉള്ളതാണ്. അതായത് പിയുടെ ഡയമെൻഷൻ തന്നെയാണ് എ ബൈ വി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ.
ഓക്കെ, ഞാൻ ഈ ടേംസിൻ്റെ എണ്ണം അങ്ങ് റേസ് ചെയ്യാണ്, നമ്പർ മാർക്ക് ചെയ്ത് റേസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്നത് എന്താണ്? ബൈ യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി, ഹോമോജീനിറ്റി വെച്ച് നമുക്കറിയാവുന്ന കാര്യം എന്താണ്? ഇഫ് ടു ടേംസ് ക്യാൻ ബി ആഡഡ്, നമുക്കെന്ത് പറയാൻ പറ്റും? their dimensions are the same. രണ്ട് ടേംസ് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻസ് സെയിം ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി വെച്ച് ഇത്രയും നേരം ചെയ്ത് എങ്ങനെയായിരുന്നു? ഒരു ഇക്വേഷനിലെ എല്ലാ ടേംസിൻ്റെ ഡയമെൻഷൻ സെയിം ആയിരിക്കും എന്നുള്ള കാര്യമാണ് ചെയ്തത്. ഇവിടെ അതല്ല ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ സെയിം ആയിരിക്കും എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ബ്രാക്കറ്റിനകത്തുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻ സെയിം ആണ് എന്ന് ഉള്ള ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ഇവിടെ ചെയ്യാൻ പോവുകയാണ്. അതായത് നമുക്ക് എഴുതാൻ പറ്റും ഡയമെൻഷൻ ഓഫ് പിയും ഡയമെൻഷൻ ഓഫ് എ ബൈ വി സ്ക്വയറും സെയിം ആയിരിക്കും. ഇത് നമുക്ക് പറയാൻ പറ്റും. കാര്യം ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയമെൻഷൻ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ഓഫ് പിയും ഡയമെൻഷൻ ഓഫ് എ ബൈ വി സ്ക്വയർ. നമുക്ക് എ അല്ലേ വേണ്ടത്? നമുക്ക് എ ആണ് വേണ്ടതെങ്കിൽ എ ഒഴിച്ച് ബാക്കി ഉള്ളതിനൊക്കെ അപ്പുറത്തുകൊണ്ട് പോവുക. അപ്പോൾ നമുക്ക് ഡയമെൻഷൻ ഓഫ് എ ഈസ് ഈക്വൽ ടു എന്തെഴുതാൻ പറ്റും? ഈ ബൈ വി സ്ക്വയറിന് അപ്പുറത്തുകൊണ്ട് പോയാൽ മതി. അപ്പോൾ ഇൻറ്റു വി സ്ക്വയർ എന്നാവും. ഡയമെൻഷൻ ഓഫ് പി ഇൻറ്റു ഡയമെൻഷൻ ഓഫ് വി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, വി വെലോസിറ്റി ആണോ വോളിയം ആണോ എന്ന് കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല, വി വോളിയം ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വാല്യൂസ് കൊടുത്താൽ മതി. ഡയമെൻഷൻ ഓഫ് പി എന്താണ്? പ്രഷർ അല്ലേ? പ്രഷറിൻ്റെ ഡയമെൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എം ഇൻറ്റു എൽ റേസ് ടു -1 ടി റേസ് ടു -2 ആണ് പ്രഷറിൻ്റെ വോളിയം, പ്രഷറിൻ്റെ ഡയമെൻഷൻ. ഇൻറ്റു വിയുടെ ഡയമെൻഷൻ, വി എന്താണ്? വോളിയമാണ്. വോളിയത്തിൻ്റെ ഡയമെൻഷൻ L³ ആണ്. പക്ഷേ വോളിയം റേസ് ടു 2 ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ റേസ് ടു 2 കൊടുക്കുക. അപ്പോൾ എന്തെന്ന് കിട്ടും? എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 അതേപോലെ എഴുതുക. ഇൻറ്റു ഇവിടെ എൽ റേസ് ടു 3 റേസ് ടു 2 ഉണ്ടല്ലേ? അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഈ 3യും 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, അതായത് എ റേസ് ടു ബി ദ ഹോൾ റേസ് ടു സി എന്ന് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എ റേസ് ടു ബി ഇൻറ്റു സി ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 × 2 എന്ന് എഴുതാം. അപ്പോൾ 6 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. എം അതേപോലെ എഴുതുക. എൽ റേസ് ടു -1 ഉണ്ട്, എൽ റേസ് ടു -1 ഉണ്ട്, എൽ റേസ് ടു 6 ഉണ്ട്. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എൽ റേസ് ടു -1 + 6 എന്ന് വരും. അതായത് എൽ റേസ് ടു 5 എന്ന് വരും. ഓക്കെ, ഇൻറ്റു ടി റേസ് ടു -2 അതേപോലെ എഴുതുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡയമെൻഷൻ ഓഫ് എ കിട്ടി. ഓക്കെ, ആൻസർ. ഇതേപോലെ നമുക്ക് എന്തുകൂടെ കണ്ടുപിടിച്ചാൽ മതി? ബിയുടെ ഡയമെൻഷനൂടെ കണ്ടുപിടിച്ചാൽ മതി. ബിയുടെ ഡയമെൻഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് നമ്മൾ രണ്ടാമത്തെ ഈ തന്നിരിക്കുന്ന ഗിവൺ ഇക്വേഷനിലെ രണ്ടാമത്തെ ബ്രാക്കറ്റ് വെക്കുക. വിയും ബിയും തമ്മിൽ മൈനസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഓൾസോ നമുക്ക് എഴുതാൻ പറ്റും ഡയമെൻഷൻ ഓഫ് വി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി, സ്മോൾ ബി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഡയമെൻഷൻ ഓഫ് വി തന്നെ ആയിരിക്കും. വി എന്താണ്? വോളിയം അല്ലേ? അപ്പോൾ വോളിയത്തിൻ്റെ ഡയമെൻഷൻ എന്താണ്? വോളിയത്തിൻ്റെ ഡയമെൻഷൻ L³ ആണ്. അപ്പോൾ L³ എന്ന് എഴുതാം. അപ്പോൾ കിട്ടി, ബിയുടെ ഡയമെൻഷൻ കിട്ടി L³. അപ്പോൾ നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ ആൻസർ കിട്ടി. എയുടെയും ബിയുടെയും ഡയമെൻഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഈ ഇക്വേഷൻ കണ്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നേരെ വായിച്ചു നോക്കുക. അതിൻ്റെ അകത്ത് ടേംസ് ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ടേംസ് ഇക്വേറ്റ് ചെയ്യുക. ഇനി ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ചെയ്യുക. രണ്ടിലും പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷനായിട്ടുള്ള ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ്റെ പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം.
പിന്നെ നമുക്ക് ഈ ചാപ്റ്റർ തീരുന്ന സമയത്ത് ഇതിൻ്റെ നോട്ട് PDF നോട്ട് ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.